Hi, welcome to my channel Healthy Yummy Bites. I'm Susan. ഇന്ന് ചിക്കൻ കോലാപ്പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ക്രിസ്മസ് പാർട്ടിക്കോ ഗെറ്റ് ടുഗദറിനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി. ചിക്കൻ കോലാപ്പൂരി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് 1 കിലോ ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് നല്ലതായി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിനു വേണ്ടിയ മസാലകൾ നോക്കാം. ആദ്യം ഗരം മസാല, ഇത് 8 ഗ്രാമ്പൂ, 7 ഏലക്ക, 2 സ്റ്റാർ, ഒരു വലിയ ഏലക്ക, 2 വഴണയില, 2 കഷ്ണം കറുവാപ്പട്ട, അര ജാതിക്ക, ഒരു ജാതിപത്രി, 1 ടീസ്പൂൺ കുരുമുളക്. ഇനിയും വേണ്ടത് ഒരു 2/3 കപ്പ് തേങ്ങ ചിരകിയത്, 10 ചുവന്ന മുളക് സാദാ മുളക്, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഖസ്ഖസ്, 2 ടീസ്പൂൺ വെള്ള എള്ള്, പെരുംജീരകം 1 ടീസ്പൂൺ, മല്ലി 2 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. തേങ്ങയുടെ ഈർപ്പം മാറി വരുമ്പം കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും വഴണയിലയും ഇട്ട് വറക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി വറുത്ത ശേഷം ബാക്കിയിരിക്കുന്ന ഗരം മസാലയും കൂടെ ചേർക്കാം. ഇനിയും ചുവന്ന മുളക് കൂടി ഇട്ട് വീണ്ടും വറക്കാം. മല്ലിയും ജീരകവും കൂടെ ചേർത്ത് നന്നായി വറക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം പെരുംജീരകവും വെള്ള എള്ളും കൂടെ ചേർത്ത് ചൂടാക്കാം. ഇപ്പൊ തേങ്ങ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനിയും തീ നന്നായി കുറച്ച ശേഷം മുളക് പൊടി ചേർക്കാം. ചെറുതീയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം ലാസ്റ്റിലായിട്ട് ഖസ്ഖസും കൂടെ ചേർക്കാം. പാൻ നല്ല ചൂടാന്നല്ലോ, അത് മതി. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി മിക്സിയിലാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. തെരുതെരുപ്പായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഗ്രേവിക്ക് വേണ്ടി 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും, 1 കുടം വെളുത്തുള്ളിയും ചേർത്ത് അരച്ചത്, 2 ടൊമാറ്റോയുടെ പ്യൂരിയും ഇതെല്ലാം റെഡിയാക്കി വെക്കണം. കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു വലിയ പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. ഇതിലേക്ക് സവാള അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് വഴറ്റണം. ഇതിന്റെ പച്ചമണം മാറുമ്പോൾ കോലാപ്പൂരി ചിക്കൻ്റെ മസാല തയ്യാറാക്കിയത് ചേർത്ത് വഴറ്റാം. നല്ലതായിട്ട് വഴന്ന് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് വിട്ടു വരുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയും കൂടെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചേർത്തിളക്കി വഴറ്റിയെടുക്കണം. ചിക്കൻ ആ മസാലയെ കിടന്നൊന്ന് വഴന്നു വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. സമയത്ത് ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് ഒരു 4-5 മിനിറ്റ് വഴറ്റാം. ഇപ്പം ടൊമാറ്റോ നന്നായിട്ട് വഴന്ന് ആ മസാലയുടെ കൂടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർക്കാം. ആകെ ഞാനിവിടെ ഒരു 2.5-3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കോലാപ്പൂരി ചിക്കന് നല്ല ഗ്രേവി ഉള്ളതാണ്, അതുകൊണ്ട് വെള്ളം ഒഴിക്കണം. നന്നായി ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനെ അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. പതിനഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. തുറന്ന് നോക്കാം. യെസ്, നമ്മുടെ കറി റെഡിയാണ്. എന്താ മണം എവിടെയെന്നറിയാമോ? ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നു.
തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല സ്പൈസി ചിക്കൻ കറി, കൊലാപുരി ചിക്കൻ കറി. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കണം. അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.